വിജിൻ ഈ കഴക്കൂട്ടവും കൂടി BJP മുന്നിൽ വരുമോ? ആകെ 200 വോട്ടിന് താഴെ മാത്രം വ്യത്യാസമുള്ളല്ലോ. നിഷാദ്, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇനി എണ്ണാനുള്ള ബാക്കിയുള്ള റൗണ്ടുകൾ, ആ റൗണ്ടുകളിൽ CPM ശക്തി കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണേണ്ടത് എന്നുള്ളതാണ്. ആദ്യ റൗണ്ടുകളിൽ തന്നെ ലീഡ് എടുക്കണമായിരുന്നു വി മുരളീധരൻ ഒരു വിജയത്തിലേക്ക് പോകണമെങ്കിൽ. പക്ഷേ അവർ BJP പ്രതീക്ഷിച്ച സ്ഥലങ്ങളിലൊന്നും അത്തരം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രൻ അവിടങ്ങളിൽ ലീഡ് നേടുന്ന സാഹചര്യം ഉണ്ടായി. കുറഞ്ഞ വോട്ടുകൾക്കാണെങ്കിലും പക്ഷേ എല്ലാ മേഖലകളിലും ലീഡ് നേടുന്ന സാഹചര്യമാണ് ആ ഭാഗത്തുണ്ടായത്. ഇനിയുള്ള റൗണ്ടുകളിൽ സ്വാഭാവികമായും അവിടെ കടകംപള്ളി സുരേന്ദ്രൻ അനുകൂലമായ വോട്ടുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ആ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറം ഏതെങ്കിലും അട്ടിമറി സംഭവിച്ചാൽ മാത്രമാണ് BJPക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുക. ശരി, നിയമത്തിന്റെ കാര്യത്തിലും ഇനി ഒരു 11ാം റൗണ്ടിലേക്ക് വരുമ്പോൾ മാറുമെന്നാണ് വിജിൻ പറയുന്നത്. മാറിയേക്കാം. തീർച്ചയായും അത് തന്നെയാണ്. കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ തന്നെയായിരുന്നു. അതായത് അവസാന റൗണ്ടിലാണ് ശിവൻകുട്ടി 3000 വോട്ടിന് ജയിക്കുന്ന 3900 വോട്ടിന് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവസാന റൗണ്ടുകളിലേക്ക് എത്തുമ്പോഴാണ് CPM സ്വാധീന മേഖലകളും ഒപ്പം തന്നെ ന്യൂനപക്ഷ മേഖലകളും ഉള്ളത്. ആ മേഖലകളിലേക്ക് എത്തുമ്പോഴായിരിക്കും വി ശിവൻകുട്ടി ലീഡ് നേടാൻ പോകുന്നത്. ആദ്യഘട്ടം മുതൽ തുടർച്ചയായി ലീഡ് നേടുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. 9 റൗണ്ട് പൂർത്തിയായി 10ാം റൗണ്ടിലേക്ക് കടക്കുമ്പോഴായിരിക്കും വീണ്ടും അതൊരു LDF അനുകൂല മേഖലകളിലേക്ക് എത്തുന്നത്. അവിടെയാണ് ലീഡ് പ്രതീക്ഷിക്കുന്നത് LDF. ശരി, ഞാൻ വീണ്ടും ഒന്ന് കണ്ണൂരിലേക്ക് പോകുന്നു. പയ്യന്നൂരിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയണം. പയ്യന്നൂരിൽ TI മധുസൂദനെ തോൽപ്പിച്ചുകൊണ്ട് ഫണ്ട് വിവാദത്തിൽ CPIM-നെ സംശയനിലയിൽ നിർത്തിയിറങ്ങിയ വി കുഞ്ഞികൃഷ്ണൻ 5459 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. ജയിക്കാൻ പോവാണോ? എത്ര റൗണ്ട് പൂർത്തിയായെന്നാണ് അറിയേണ്ടത്. കണ്ണൂർ റിപ്പോർട്ടറെ നമുക്കിപ്പോൾ ആവശ്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടുകളിലൊന്നായിട്ട് അങ്ങനെയെങ്കിൽ പയ്യന്നൂറും തളിപ്പറമ്പും CPIM-ൽ നിന്ന് ഇറങ്ങി വന്ന വിമതർ മത്സരിച്ച മണ്ഡലങ്ങളിൽ അവർ വിജയിക്കാൻ പോവുകയാണോ നടക്കുന്നത്? അത് സംഭവിക്കാൻ പോകുന്ന അതാണോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം. ബിജീഷ് ഗോവിന്ദനെയാണ് അവിടെ നിന്ന് ആവശ്യമുള്ളത്. ബിജീഷ്, എന്താണ് പയ്യന്നൂരിന്റെ കഥ? പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ വിജയം ഉറപ്പിച്ചോ? പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ വിജയം ഉറപ്പിച്ചു എന്ന് നമുക്ക് ഏകദേശം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. കാരണം 14 റൗണ്ടുകളുള്ള വോട്ടെണ്ണലിൽ ഇപ്പോൾ 10 റൗണ്ടുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് 5459 എന്ന കൃത്യമായിട്ടുള്ളൊരു ഭൂരിപക്ഷത്തിലേക്ക് ഇദ്ദേഹം എത്തിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിണറായി ആദ്യത്തിലെത്തിയിരിക്കുന്നു. 1536 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് 7 റൗണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ്. 15-ൽ 7 റൗണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ആദ്യമായിട്ട് ധർമ്മടത്ത് പിണറായി വിജയൻ 1536 വോട്ടിന് മുന്നിലെത്തിയിരിക്കുന്നു. ഇതുവരെയുള്ള ഈ 6 റൗണ്ടുകൾ പൂർത്തിയാകുന്നതുവരെ കോൺഗ്രസ് നേതാവായിട്ടുള്ള VP അബ്ദുൾ റഷീദായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. 7ാം റൗണ്ടിൽ ഇപ്പോൾ പിണറായി 1536 എന്ന ആദ്യ ലീഡിലേക്ക് പിണറായി എത്തിയിരിക്കുകയാണ്. ബിജീഷ്, അവിടെ ആകെ എത്ര റൗണ്ടാണ് മൊത്തം ഉള്ളത്? 12 പിണറായി ധർമ്മടത്താണോ? ധർമ്മടത്ത് 15 റൗണ്ടുകൾ ബാക്കി. 7 റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. ഇനി 8 റൗണ്ട് ബാക്കിയുണ്ട്. ഓക്കെ, അപ്പൊ പിണറായി വിജയൻ എന്തായാലും ജയം ഉറപ്പിച്ചു എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. കാരണം ഇനിയുള്ളത് പിണറായിയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ധർമ്മടം, അതുപോലെ തന്നെ അങ്ങനെയുള്ള മേഖലകളാണ്. തന്നെ പിണറായി വിജയൻ ഈ ഘട്ടത്തിൽ നമുക്ക് വിജയം ഉറപ്പിച്ചു എന്ന് പറയാം. കാരണം റഷീദും നേരത്തെ സംസാരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത് 6 റൗണ്ടിൽ ഭൂരിപക്ഷം നേടി എന്നുള്ളത് തന്നെ രാഷ്ട്രീയ വിജയമാണ്. ഇനിയുള്ള മേഖലകളിൽ UDF-ന് സ്വാധീനം കുറഞ്ഞ മേഖലകളാണ്. അവിടെ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് റഷീദ് പോലും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ധർമ്മടത്ത് ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിണറായി വിജയിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്നതാണ് നമുക്ക് പറയാൻ പറ്റുക. മട്ടന്നൂരിൽ സ്ഥിതി. മട്ടന്നൂരിലും കൗതുകമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആകെ 542 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് DYFI VK സനോജ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. മട്ടന്നൂരിൽ ഇതുവരെ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് LDF എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പിണറായി വിജയൻ ആദ്യമായിട്ട് മുന്നിൽ വന്നിരിക്കുന്നു. ശരി, KK രമയുടെ ഒരു വൈകാരികമായ പോസ്റ്റ് വായിക്കാം. പിന്നിട്ട 6 റൗണ്ടുകൾ മതി, കേരളമേ ഇതു മതി. കുലം കുത്തി എന്ന് ചാപ്പയടിച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച കാണാൻ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ചന്ദ്രശേഖരന് കഴിഞ്ഞു. രാഷ്ട്രീയ കേരളത്തിന് അഭിവാദ്യങ്ങളെന്നാണ് KK രമ അവരുടെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ എന്ന ആശങ്കയിൽ വിയർത്തൊലിച്ചു പോയ 6 റൗണ്ടുകൾ അത് മതി. മറുപടിയായി അത് കേരളത്തിന് അവർ നന്ദി പറയുകയാണ്. KK രമയുടെ TP കൊല്ലപ്പെട്ട ദിവസവും കൂടിയാണ് മെയ് 4 എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കൂറ്റൻ തിരിച്ചടി എന്നാണ്. വട്ടിയൂർക്കാവിൽ UDF-ന് വീണ്ടും ലീഡ് എന്ന അപ്ഡേറ്റ് ഉണ്ട്. നമ്മൾ പാലക്കാട്ടേക്ക് വീണ്ടും വന്നു. തൃത്താലയിൽ 4803 വോട്ടിന്റെ ലീഡാണുള്ളത്. നമുക്ക് പാലക്കാട് നിന്ന് സാജിദ് അജ്മലിനെ വീണ്ടും ആവശ്യമുണ്ട്. എന്താണ് തൃത്താലയിൽ
ബാക്കി പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ എണ്ണുമ്പോൾ ഈ ലീഡ് നിലനിർത്താൻ കഴിയുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ആ ലീഡ് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ശരി